ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ പവിത്രത്തിന്റെ വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ കല്യാണത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും സെറ്റായി. അപ്പം എല്ലാ കാര്യങ്ങളും ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്താണ് നമ്മുടെ വേദയുടെ വീട്ടിൽ നിന്ന് മുത്തശ്ശിയും അമ്മയും നമ്മുടെ ദീപ്തിയും ഒക്കെ കൂടി എത്തിയിരിക്കുന്നത്. അപ്പൊ ഇവരെല്ലാവരോടും ഇങ്ങനെ കയറി വരുന്ന സമയം നന്ദിനി കണ്ടിട്ട്, എന്റെ ഈശ്വര, ഇവരും എത്തിയോ? ഇവരെല്ലാവരും എത്തിയ സ്ഥിതിക്ക് ആ ചെറുക്കൻ എങ്ങനെയാ താലികെട്ടിൽ നിന്ന് പിന്മാറാൻ സാധിക്കുക? ഈ സമയത്ത് ശ്രീജ, അമ്മേ ഏതൊരു വീട്ടുകാരെത്തി എന്ന് പറഞ്ഞു ശ്രീജ. അപ്പൊ ശ്രീജ അങ്ങോട്ടേക്ക് ചെന്നു. അമ്മയ്ക്ക് ഇതാരാന്ന് മനസ്സിലായോ പത്മത്തിന് എന്ന് ചോദിച്ചു. മനസ്സിലായി, വേദയുടെ മൂത്ത നാത്തൂനല്ലേ, വീട്ടിലെ കാർന്നോത്തി എന്ന് പറയാം. ഞാനും ഒരു നാത്തൂന എന്ന് പറഞ്ഞ് നന്ദിനി പരിചയപ്പെടുത്തുകയാണ്. അയ്യോ അറിയാവേ എന്ന് പറഞ്ഞു. എന്നിട്ട് വാ വേദ എന്തിയെ എന്ന് ചോദിച്ചപ്പം അവിടെ ഉണ്ട്. എവിടെ അമ്മിണിയമ്മ? ആ വേദയുടെ ഒപ്പം ഉണ്ട്, വരൂ എന്ന് പറഞ്ഞ് ഇവരെല്ലാവരെയും സ്വീകരിച്ചുകൊണ്ട് അകത്തേക്ക് ചെല്ലാണ്. അപ്പൊ മാഷ് അങ്ങോട്ടേക്ക് വന്നു. ആഹാ, അല്ല നിങ്ങളവിടെ വേദയുടെ അച്ഛൻ വന്നില്ലേ? അച്ഛൻ പുറപ്പെട്ടതായിരുന്നോ, പക്ഷെ പെട്ടെന്ന് കോടതിയിലേക്ക് പോകേണ്ടി വന്നത് അതുകൊണ്ടാ എന്ന് പറഞ്ഞു. അതെ, പെട്ടെന്ന് ഒരു കേസിന്റെ കാര്യത്തിന് വേണ്ടി പോയതാ. പേഷ്യന്റ് അത്യാസന്ന നിലയിലാവുമ്പോ ഓടി ചെല്ലുന്ന ഡോക്ടറെ പോലെയാണോ ജില്ലാ ജഡ്ജ് എന്ന് ചോദിച്ചു. അത് സാധാരണ കോടതിയിലെ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി നിയമിച്ച പ്രകാരമല്ലേ നടത്താറുള്ളത്. അപ്പൊ ഇവരൊന്നും മിണ്ടാതിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ അച്ഛമ്മ അങ്ങോട്ടേക്ക് വന്നു. ആഹാ, എത്തിയോ എല്ലാവരും? വാ വേദ ഇപ്പൊ എന്നോട് ചോദിച്ചതേ ഉള്ളൂ, എന്താ കമല ഇവിടെ തന്നെ നിർത്തിയത്? ഞാൻ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വരുമായിരുന്നു അമ്മേ. എന്നാ വേഗം അകത്തേക്ക് ചെല്ലെന്ന് പറഞ്ഞ് ഇവരെയും കൂട്ടിക്കൊണ്ട് നേരെ അകത്തേക്ക് പോയി. അപ്പൊ അച്ഛമ്മ അവിടെ നിന്നു. എന്താ മോനെ, എന്ത് പറ്റി? നിനക്കെന്താ ഒരു വിഷമം പോലെ എന്ന് ചോദിച്ചു. എന്താന്ന് അറിയില്ലമ്മേ, സത്യം പറഞ്ഞാല് ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സത്യത്തില് അതിന് നീ എന്താ വിചാരിച്ചത്? അമ്മ കണ്ടില്ലേ, അവളുടെ അച്ഛനും ആങ്ങളെയും ഇങ്ങോട്ടേക്ക് വന്നോ? ഇല്ലല്ലോ. അപ്പോ അവരിപ്പോഴും വലിയ ഉയരത്തിലുള്ളവരാമേ. അവർക്ക് ഈ സുധാകരൻ മാഷിന്റെ കുടുംബവുമായിട്ടുള്ള ഒരു ബന്ധം അവരൊരിക്കലും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അവരുയരത്തിലാണെങ്കിൽ അവരുയരത്തിൽ നിന്നോട്ടെ എന്ന് വെക്കണം. കൂടുതൽ ഉയരത്തിൽ നിൽക്കുന്നവർക്ക് ഒരു പ്രശ്നമുണ്ട്, അവരുടെ വീഴ്ചയും അത്രയും വലുതായിരിക്കും. അതുകൊണ്ട് അവരിങ്ങോട്ട് വരാത്തതിനർത്ഥം അവർക്ക് ഈ ബന്ധം ഇഷ്ടമായില്ല എന്ന് തന്നെയല്ലേ? അവളുടെ അമ്മയും മുത്തശ്ശിയും അനിയത്തിയും വന്നില്ലേ? അത് പോരേടാ, അത് പോരമ്മേ. മുത്തശ്ശി പണ്ടേ കല്യാണത്തിന് അനുകൂലിച്ചാ സംസാരിച്ചത്. പിന്നെ അമ്മ അവരും വലിയ ചെറിയ എതിർപ്പൊക്കെ കാണിച്ചുള്ളൂ. അമ്മയും അനുകൂലത്തിൽ തന്നെയാണ് നിന്നിട്ടുള്ളത്. ഏറ്റവും വലിയ എതിർപ്പ് കാണിച്ചതും എന്തിന് അവനെ കാപ്പ ചുമത്തി അകത്തിയാക്കിയതും അയാളായിരുന്നു. എന്നിട്ട് അയാൾ ഈ വിവാഹത്തിൽ പങ്കെടുത്തില്ല എന്നതിനർത്ഥം അയാൾ ഇത് അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയല്ലേ? എടാ, അയാളോട് പോയി പണി നോക്കാൻ പറയടാ സുധാകര. ദേ ഇറങ്ങി പോന്നതിനു ശേഷം ഇന്ന് വരെ തിരിച്ച് വീട്ടിലേക്ക് പോയി നിൽക്കാത്തവളാണ് വേദ. ഇനിയിപ്പോ ഇന്നത്തെ ചടങ്ങ് കഴിഞ്ഞാലും അവള് ഇവിടെ തന്നെയാണ് താമസിക്കാൻ പോകുന്നത്. രണ്ട് വീട്ടുകാരെ സമ്മതിച്ച് ഈ ചടങ്ങ് നടത്തണം എന്ന് ഞാൻ പറഞ്ഞതേ നിന്റെ മനസ്സിലൂടെ ഇതൊരു വിവാഹമാണ് എന്നൊരു ബോധ്യം വരാൻ വേണ്ടിയിട്ടാ. വേറെ ആരംഗീകരിച്ചില്ലെങ്കിൽ എന്താ, നമ്മുടെ കുട്ടികളെ നമ്മൾ അംഗീകരിച്ചാ പോരെ സുധാകര? അതല്ലേ നല്ലത്? എടാ, ക്ഷണിച്ച കുറച്ചാൾക്കൾ വരും, നീ സന്തോഷത്തോടെ അവരെ ഒന്ന് സ്വീകരിക്കാൻ നോക്ക്. നീ ചെല്ല എന്ന് പറഞ്ഞ സുധാകരനെ പറഞ്ഞു വിട്ടിട്ട് അച്ഛമ്മ നേരെ അകത്തേക്ക് പോയിട്ടോ. അതെ, അപ്പൊ വേഗം തന്നെ വേദയെ കാണാം. എന്നാ വിജയ്, നീ ചെന്ന് കണ്ടോ കാണിക്ക് എന്ന് പറഞ്ഞു. ദീപ്തി അകത്തേക്ക് കൊണ്ടിയല്ല എന്ന് പറഞ്ഞു നന്ദിനിയോട്. ദീപ്തി നല്ല പേര്, വാ നമുക്ക് അങ്ങോട്ട് ഇരിക്കാം എന്ന് പറഞ്ഞ് ദീപ്തിയെ പിടിച്ച് അവിടെ ഒരു കസേരയിലിരുത്തി നന്ദിനിയും കൂടെ ഇരിക്കുകയാണ് കേട്ടോ. നന്ദിനിക്ക് ഏഷണി പറയാനൊരാള്, ഞാൻ പോയി ചായ എടുത്തോണ്ട് വരട്ടെ? വേണ്ട ചേച്ചി. ചുറ്റിനും നോക്കുകയാണ്. അതെ, ശരിക്കും അച്ഛൻ കോടതിയിൽ തന്നെ പോയതാണോ? അതെന്താ ചേച്ചിക്ക് അങ്ങനെ ഒരു സംശയം? അല്ല, ഇങ്ങനെ ഒരു വിവാഹത്തിനെ അത്ര പെട്ടെന്ന് സമ്മതിക്കാൻ സാധ്യതയില്ലല്ലോ എന്ന് ഓർത്ത് ചോദിച്ചത് മാത്രം. സത്യം പറഞ്ഞാലേ എനിക്കിതൊക്കെ കാണുമ്പോഴൊരു അത്ഭുതമായിട്ടാ തോന്നുന്നത്. അതെന്താ അങ്ങനെ? ദീപ്തിക്ക് അങ്ങനെ തോന്നില്ലേ? ഇല്ല. അതെന്താ ചേച്ചിക്ക് അങ്ങനെ തോന്നാൻ കാരണം എന്ന് ചോദിച്ചു. പല കാരണങ്ങളുണ്ട്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. അവളുടെ ഓരോരോ രീതികള്, അവളിങ്ങനെ പിന്നെ താലി കെട്ടിയതിന്റെ പേരിൽ ഇറങ്ങിപ്പോരുക, ഇത്രയും സുഖസൗകര്യങ്ങൾ ഉപേക്ഷിക്കുക,
ചേച്ചി അല്ലെങ്കിൽ പണ്ട് മുതലേ ഒരു പ്രത്യേക ക്യാരക്ടറാ. എന്ന് വെച്ചാ മനസ്സിലായില്ല? വാശിക്കാരിയാ? വാശിയൊന്നുമില്ല. പക്ഷെ ചേച്ചി എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ ആ കാര്യത്തെ ന്യായീകരിച്ച് തന്നെ സംസാരിക്കും. അച്ഛനോട് പോലും അങ്ങനെ നിന്ന് കയർത്ത് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴായിട്ട്. ആ കാര്യത്തെക്കുറിച്ച് വാദിക്കും, വക്കീല് വാദിക്കുന്നത് പോലെ. എന്റെ ചേച്ചിക്ക് കാരണം കുറ്റി നിർത്ത് അന്ന് അട്ടി കൊടുക്കാത്തതിന്റെ കുഴപ്പമായി ഇപ്പൊ കാണുന്നത് എന്ന് നന്ദിനി ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയാണ് കേട്ടോ. വലിയ കാര്യമൊന്നും എടുത്തില്ല. ആ അല്ല, എന്തിനാ ചേച്ചി ഇങ്ങനെയെന്ന് ചോദിച്ചോ? ആ ചേച്ചി പറയുന്നതിൽ ഓരോ കാര്യങ്ങളും ഉണ്ടാവുന്നേ. സത്യമാ ഞാനീ പറയണത്. ആ എന്തെങ്കിലും ആവട്ടെ, അതൊക്കെ വാശിയൊക്കെ നല്ലത് തന്നെയാ. പക്ഷേ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ക്ഷണിക്കുമ്പോ അതിനൊരു അടിസ്ഥാനം വേണ്ടേ? എന്താ ശരിയല്ലേ? ഞാൻ ദീപ്തിയോട് ഒരു കാര്യം ചോദിക്കട്ടെ. അന്ന് അമ്പലത്തിൽ വെച്ച് വേദയ്ക്ക് പകരം ദീപ്തിയുടെ കഴുത്തിലാണ് വിക്രം താലി കെട്ടിയിരുന്നെങ്കിലോ? അല്ല, അങ്ങനെ ആയിരുന്നു എങ്കിൽ ദീപ്തി ഇതുപോലെ തന്നെ വന്ന് കയറി താമസിക്കുമായിരുന്നോ എന്ന് ചോദിച്ചോ? ഇല്ല, അതാ ഞാൻ പറഞ്ഞത്. സാധാരണ ഒരാളും ഇങ്ങനെ ചെയ്യില്ല. അതുകൊണ്ട് ചെയ്യും. ദീർഘകാലം പ്രേമിച്ചവരാണ് എങ്കിൽ വീട്ടുകാരെ സമ്മതിക്കുന്നില്ല എന്നുറപ്പായ ഇങ്ങനൊരു നാടകം കളിച്ച് വന്ന് കയറും. അതവര് പ്രേമം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതാ ദീപ്തി ഞാൻ പറഞ്ഞത്. പൊന്നേ ചക്കരെ എന്ന് പ്രേമിച്ച് നടന്ന പെണ്ണുങ്ങൾ ഒരു ദിവസം തലമുടിയിൽ കെട്ടുന്ന ബണ്ണൂരിക്കളയുന്നത് പോലെ ആണുങ്ങളെ ഉപേക്ഷിച്ച് കൂളായി പോന്ന കാലത്താ നിന്റെ ചേച്ചി ഈ മണ്ണത്തരം പറഞ്ഞുകൊണ്ട് വന്ന് കയറിയിരിക്കുന്നത്. പിന്നെ നിന്റെ അച്ഛമ്മ വിചാരിച്ചിരിക്കുന്നത് പോലെ വിക്രത്തിന് നിന്റെ ചേച്ചിയോട് വലിയ പ്രേമോ മണ്ണാങ്കട്ടയോ ഒന്നുമില്ലെന്നേ. അത് മാത്രമല്ല, അവൻ ചിലപ്പോ അതിന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തുറന്നു പറയാനും സാധ്യതയുണ്ട്. എന്ന് വെച്ചാ സത്യം പറഞ്ഞ അവൻ ഈ കല്യാണം ഇന്ന് അലമ്പാകാനുള്ള എല്ലാ ലക്ഷണവും കാണുന്നുണ്ടെന്ന് സാരം. അപ്പം മിണ്ടാതെ നിൽക്കട്ടോ. എന്ന് വെച്ച് നീതിപ്പോ തൽക്കാലം ആരോടും വിളിച്ചു പോവാനും നിൽക്കണ്ട. നിനക്ക് നിന്റെ ചേച്ചിയോടെന്ന പോലെ എനിക്ക് വിക്രത്തെയും അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. എന്നാലേ ഞാൻ ചായ എടുക്കാവേ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി അങ്ങോട്ടേക്ക് പോയി. അപ്പൊ വേദ റെഡിയായി. അപ്പൊ അച്ഛമ്മ അങ്ങോട്ടേക്ക് വരികയാണ്. മതി, എന്റെ കുട്ടി ഒരുങ്ങിയാലും ഒരുങ്ങിയില്ലേലും സുന്ദരി തന്നെയാ. പണിയെടുത്ത് എന്റെ കുട്ടിയെ വൃത്തിയേടാക്കണ്ട. അപ്പൊ വേഗം തന്നെ അച്ഛമ്മ ആരാ വന്നിരിക്കുന്നത് നോക്ക്. അപ്പൊ വേഗം തന്നെ അവര് വന്നു കേട്ടോ. മുത്തശ്ശി, അതെ ഇവര് വന്നിട്ട് കുറെ നേരമായി. അച്ഛമ്മ അതുകൊണ്ട് കൊണ്ടേ കാപ്പി കൊടുത്തു. നിങ്ങൾ സംസാരിക്ക, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ അച്ഛമ്മ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പൊ പത്മവും അതുപോലെ തന്നെ അച്ഛമ്മയും കൂടി അവിടെ നിന്ന് വേദയുടെ അടുത്തേക്ക് നിന്ന് സംസാരിക്കാണ് കേട്ടോ. അപ്പൊ വേഗം തന്നെ അച്ഛൻ വന്നില്ല അല്ലേ അമ്മേ? വരില്ലാന്ന് എനിക്കറിയാമായിരുന്നു. അവൻ വരാനായിട്ട് ഒരുങ്ങി ഇറങ്ങിയതാ മോളെ. പക്ഷേ അവൻ ശ്രീകാന്ത് വെറുതെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചോ. വിക്രം ഈ കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായാൽ ആളുകളുടെ മുന്നിൽ വച്ച് നാണം കെടും എന്ന് പറഞ്ഞപ്പോ അവസാന നിമിഷം അവൻ പിന്മാറുക ചെയ്തത്. പക്ഷെ മോള് പേടിക്കണ്ട, ചടങ്ങ് കഴിഞ്ഞ് അച്ഛൻ എത്തിക്കോളും. അതെന്തിനാ? ആൾക്കാരെ ബോധിപ്പിക്കാനോ എല്ലാം മംഗളമായി നടന്നു എന്ന് ഉറപ്പുവരുത്താനോ എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞോ, ചിലപ്പോ ഇത് നടക്കാൻ പോകുന്നത് ശ്രീകാന്തേട്ടൻ പറഞ്ഞതുപോലെ തന്നെ മുൻകൂട്ടി കണ്ടത് പല കാര്യങ്ങളും ആണെങ്കിലോ എന്ന് വെച്ചാ മനസ്സിലായില്ല. ആര് പറയുന്നതാണ് ജീവിതത്തിൽ ശരിക്കും സംഭവിക്കാൻ പോണതെന്ന് ചിലപ്പോ പറയാൻ പറ്റില്ലല്ലോ. അപ്പോ നിനക്ക് ഉറപ്പില്ലാതെയാണോ ഈ ചടങ്ങ് നടക്കുന്നത്? എനിക്ക് ഉറപ്പുള്ളത് ഒറ്റ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. ഏത് തരത്തിലാണ് എങ്കിലും വിക്രത്തിൽ ജീവിതത്തിൽ ഒപ്പം ഉണ്ടാവാനായിട്ട് വിക്രം മാത്രമായിരിക്കും എനിക്കിപ്പോൾ ഉണ്ടാവുക എന്നുള്ള കാര്യം മാത്രമാണ് എന്ന് മാത്രം പറഞ്ഞു. ഞങ്ങളെ ഇവിടെ വരെ എത്തിച്ച ഉമാമഹേശ്വരൻ ഇനിയും വഴി നടത്തുക തന്നെ ചെയ്യും. അല്ലേ മുത്തശ്ശി? തീർച്ചയായിട്ടും മോളെ, നിങ്ങളെ ഒരിക്കലും ദൈവം കൈവിടില്ല എന്ന് തന്നെ പറയാണ്. നിന്റെ ജീവിതത്തില് ഒന്നും മോശമായിട്ട് സംഭവിക്കില്ല, ഉറപ്പ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവര് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അതേ ചെണ്ടമേളവും കെട്ടിമേളവും ഒക്കെയായി നമ്മുടെ വിക്രം ദേണ്ട രംഗത്തേക്ക് എത്തുകയാണ്. നമ്മുടെ മണ്ഡപത്തിലേക്ക് എത്തി. ആളുടെ മുഖമൊക്കെ കടന്നൽ കുത്തി പോലെ ആയിരിക്കണത്. അപ്പൊ വേദയും വന്നു. എന്നാൽ രണ്ടുപേരും ഇരുന്നോളൂ എന്നൊക്കെ പറഞ്ഞു രണ്ടുപേരെയും മണ്ഡപത്തിലൊക്കെ കയറ്റിയിരുത്തി. അതുകൊണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. നന്ദിനിയുടെ മുഖത്ത് മാത്രം ഇങ്ങനെ ഒപ്പം ഇരിക്കുകയാണ്. അത് നോക്കിയിരിക്കുന്ന കേട്ടോ. അപ്പം ഇടയ്ക്ക് വെക്കാൻ നോക്കുന്നുണ്ട്. കെട്ടിയ താലി അഴിച്ചു തരണം, അത് മാല കോർത്ത് പൂജിച്ച് തിരികെ ചാർത്തണം എന്നുകൂടി തിരുമേനി പറഞ്ഞു. എടാ അത് ഊരി ശ്രീജയ്ക്ക് കൊടുക്ക് വിക്രം.
ഒരിക്കൽ ബലമായി കെട്ടിയതല്ലേ, ശ്രദ്ധയോടെ ആദരവോടെ അഴിക്ക് എന്ന് പറഞ്ഞു വേദ. അതെ, വെട്ടുപോത്തിന്റെ നോട്ടം നോക്കല്ലേ, ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് വിക്രത്തിനോട് പറഞ്ഞു. എന്നിട്ട് വിക്രം അത് അഴിച്ചു കേട്ടോ. ഇപ്പം ഒരേറ് പ്രതീക്ഷിക്കാം എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന മറ്റൊരാളുണ്ട്, നമ്മുടെ നന്ദിനി. പക്ഷെ അത് നടന്നില്ല. വിക്രം അത് ഊരി നമ്മുടെ ശ്രീജയുടെ കയ്യിലേക്ക് കൊടുത്തു. ശ്രീജ നേരെ തിരുമേനിയുടെ കയ്യിലേക്ക് അത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ തിരുമേനി അത് വാങ്ങിച്ച് പൂജിക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി ഇങ്ങനെ വച്ചിരിക്കുകയാണ്. പൂജയൊക്കെ ചെയ്യണമല്ലോ. അന്നേരത്തേനും ശ്രീജയുടെ ആഗ്രഹം നന്ദിനി ആകെ ഡള്ളായി. അത് നടന്നില്ല, അവനടുത്ത് എറിയും എന്നായിരുന്നു നന്ദിനിയുടെ പ്രതീക്ഷ. കാണുന്നത് നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസനെയാണ്. അപ്പൊ ശ്രീകാര്യം ശ്രീനിവാസനും പുളിക്കനുണ്ട് കേട്ടോ. പുളിക്ക, നീ എന്താ പോകാഞ്ഞത് എന്ന് ചോദിച്ചു. സാറിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അതൊന്നും കാര്യമല്ലായിരുന്നോ, പിന്നെ രാജേട്ടനും അതുപോലെ തന്നെ ജോസഫും അനിയൻകൂട്ടനും എല്ലാം അവിടെ ഉണ്ടല്ലോ, നിനക്ക് എന്ത് തോന്നുന്നു പുളിക്ക എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനൊരു ചടങ്ങ് നടത്തുന്നത് അത് അവന് ഗുണമോ ദോഷമോ എന്ന് ചോദിച്ചു. അവന്റെ ജീവൻ എടുക്കാനായി അവളുടെ ആങ്ങള പിന്നാലെ തന്നെ നടക്കുക. അതേസമയം അവളുടെ ബന്ധം വീട്ടുകാരുടെ സാന്നിധ്യത്തിൽ ഉറപ്പിക്കാനായിട്ട് നിൽക്കുന്നു. നിനക്ക് എന്ത് തോന്നുന്നു? ഈ ചടങ്ങ് കഴിയുന്നതോടെ അവളുടെ ആങ്ങള അടങ്ങുമോ? ഇക്കാര്യത്തിൽ വിക്രം എന്ത് സ്റ്റാൻഡായിട്ട് എടുക്കുന്നതെന്ന് എനിക്കറിയില്ല. രാജേട്ടനൊക്കെ പറയുന്നത് അവന് ആ പെണ്ണിനെ ഇഷ്ടമാണെന്നാ. അവന്റെ കൂടെ കൂടി ആ പെണ്ണിന്റെ ജീവിതം നാശമാവരുത് എന്ന് കരുതിയാണ് അവൻ എതിര് നിൽക്കുന്നതെന്നാ പറയണത്. അങ്ങനെ വരുമ്പോ വിക്രത്തിന്റെ ജീവിതം ഇങ്ങനായി മാറിയത് നമ്മൾ കാരണമാണെന്നാണ് അവരുടെ വീട്ടുകാരുടെ വിശ്വാസം. അങ്ങനെയുള്ള ജീവിതത്തിലേക്ക് അവളെ കൊണ്ടുവരേണ്ടെന്ന് അവന്റെ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ കാരണമാണ് ജീവിതം അങ്ങനെ ആയതെന്ന് അവനും സമ്മതിക്കുന്നതല്ലേ? അങ്ങനെയല്ല സാർ, സാറിനോട് ഒരിക്കലും അവന് ഒരു തരത്തിലുള്ള വിഷമമോ പരാതിയോ ഒന്നുമില്ല, ഉറപ്പാ. പക്ഷെ ആ പെൺകുട്ടിക്ക് അതുണ്ട് അല്ലേ പുളിക്കാം? കല്യാണത്തിന് ജഡ്ജി വന്നിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? കാരണം ചിലപ്പോ അയാൾക്ക് ഇത്രയും താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കും അയാളും ശ്രീകാന്തും കൂടിയെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് വിക്രം അറിഞ്ഞാലോ എന്നുള്ള പേടികൊണ്ടാണോ? അപകടത്തിന് പിന്നിൽ ശ്രീകാന്ത് ഉണ്ടെന്നല്ലാതെ ജഡ്ജിയും കൂടെ ഉണ്ടെന്ന് നമ്മുടെ വിക്രം ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അല്ലെങ്കിലും അയാൾ ശരിക്കും നേരിട്ട് വരുവോ? മറഞ്ഞിരുന്നല്ലേ കളിക്കുള്ളൂ. ഒരു കാര്യം ചെയ്താലോ വിളിക്കാം. അതെന്താന്ന് വെച്ചാ, ഈ കാര്യം ഇനി അഥവാ അയാൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ, ശ്രീകാന്ത് വിക്രമിനോട് ചെയ്തത് എങ്കിൽ ഈ ദിവസം തന്നെ അയാളെ അത് അറിയിക്കല്ലേ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ഇനി അഥവാ അത് അയാൾക്ക് കൂടി പങ്കുണ്ടെങ്കിൽ നമുക്കറിയാൻ ചെയ്യണമല്ലോ. നീ ഒന്ന് ഡയൽ ചെയ്യ. അപ്പൊ നേരെ നമ്മുടെ ശങ്കർ നാരായണന്റെ ഫോണിലേക്ക് ശ്രീകാര്യം ശ്രീനിവാസൻ വിളിക്കുകയാണ്. ഹലോ, ആരാ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു. ഞാനാണ് സാർ, ശ്രീകാര്യം ശ്രീനിവാസൻ. എന്താ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? 2 കാര്യങ്ങൾക്കായിട്ടാണ് വിളിച്ചത്. ഒന്ന്, അഭിനന്ദിക്കാൻ. മകളുടെ വിവാഹം അവസാനം കുടുംബത്തിന്റെ അംഗീകാരത്തോടെ നടത്തിക്കൊടുക്കാൻ തീരുമാനിച്ചല്ലോ, അതിൽ സന്തോഷം, കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ 2ാമത്തെ കാര്യം, സാറിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഒന്ന് ഭീഷണിപ്പെടുത്താൻ തന്നെയാ വിളിച്ചത് എന്ന് കൂട്ടിക്കോ. നിങ്ങളുടെ സ്റ്റാറ്റസിലിരിക്കുന്ന ഒരാളെ വിളിച്ച് അങ്ങനെ സംസാരിക്കുന്നതിന്റെ കോൺസിക്വൻസസ് എനിക്കറിയാഞ്ഞിട്ടല്ല. എന്നാലും മകളെ കെട്ടിച്ചയച്ചതിന്റെ പിന്നാലെ മകനെ കൊലക്കത്തിയുമായി അയക്കുന്ന അച്ഛനോട് ആ മര്യാദയല്ലേ കാണിക്കാൻ പറ്റൂ? മര്യാദയ്ക്ക് സംസാരിക്കണം. മര്യാദയോ? സംശയമുണ്ടെങ്കിൽ താൻ തന്റെ മകനോട് ചോദിക്ക. അവനും അവന്റെ അമ്മായിയപ്പനോട് ചേർന്ന് 2 ദിവസം മുൻപ് അവനെ കൊല്ലാൻ ശ്രമിച്ചതാ. ആയുസിന്റെ ബലം കൊണ്ട് അവൻ തൽക്കാലം രക്ഷപ്പെട്ടു. പക്ഷെ ശങ്കർ നാരായണൻ സാറേ, ഇനി അങ്ങനെ വല്ല നീക്കവും നിങ്ങളുടെ മകന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ അത് എന്തായിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ അവൻ അടിക്കുന്ന അതേ നാണയത്തിൽ തന്നെ ചിലപ്പോ തിരിച്ചടിച്ചോന്നും ഇരിക്കും. അവനെ ചിലപ്പോ ഞാൻ തീർത്ത് കളഞ്ഞൊന്നിരിക്കും എന്ന് തന്നെ നമ്മുടെ എന്താ പറയാ ശ്രീകാര്യം ശ്രീനിവാസൻ പറയാണ്. അപ്പോ അതൊന്ന് സൂക്ഷിക്കാൻ അവനോട് പറഞ്ഞേരെ. ശരി സാറേ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു കൂട്ടോ. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേനും ശങ്കർ നാരായണ ആകെ ഷോക്കായി പോയി. വേഗം തന്നെ അതെ എടാ ശ്രീകാന്തേ എന്ന് പറഞ്ഞു ഒച്ചയ്ക്ക് വിളിച്ചോണ്ട് നേരെ സ്റ്റെയർ ഇറങ്ങി താഴേക്ക് വരുന്ന വഴിക്ക് കാല് സ്ലിപ്പായി നേരെ നിലത്തേക്ക് വീഴുകയാണ്. ശ്രീകാന്ത് വരുമ്പം ആ ബോധമില്ലാതെ കിടക്കുക. അച്ഛാന്നൊക്കെ വിളിച്ചിട്ടും ആളെണീക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പൊ വേഗം തന്നെ ശ്രീകാന്ത് പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നമ്മുടെ കല്യാണ മണ്ഡപത്തിലാണ് കാണുന്നത്. അപ്പം ദേണ്ട താലിയൊക്കെ പൂജിച്ചു. എന്നിട്ട് തിരുമേനി ചെറുക്കൻ്റെ അമ്മ എവിടെ എന്ന് ചോദിച്ചു. അപ്പൊ കമല ദേണ്ട മണ്ഡപത്തിലേക്ക് കയറി വന്നു.
ഇനി ഈ താലി എടുത്ത് ചെറുക്കൻ്റെ കയ്യിലേക്ക് കൊടുക്കൂ താലി കെട്ടാൻ. ഈ സമയത്ത് ദീപ്തിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. ദീപ്തി ഹലോ കേൾക്കുന്നില്ല, എന്താ ചേട്ടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത് ശ്രദ്ധിച്ചാണ് വേദയും ഇരിക്കുന്നത്. അതെ എടാ സമയം പോന്നു, ആൾക്കാർ ശ്രദ്ധിക്കുന്നു, വേഗാട്ടെ. ഇനി ഞാൻ കെട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. അതെ ഇനി ഞാനത് ഉദ്ദേശിക്കുന്നതേ ഇല്ല എന്ന് പറഞ്ഞു. അതതിന്റെ തീരുമാനം. എടാ മര്യാദയ്ക്ക് കെട്ടാനാ പറഞ്ഞത്, വിക്രം നീ ചുമ്മാ കളിക്കല്ലേ എന്ന് കമല പറയുകയും ചെയ്തു. പക്ഷേങ്കിൽ അച്ഛാ എന്നൊരു നിലവിളി മാത്രമാണ് ദീപ്തിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പം എല്ലാവരും ആകെ ഷോക്കായി പോയി, വേദയും ആകെ ഇതായി പോയി കേട്ടോ. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു.